ഹായ് ഗൈസ്, നമുക്കൊരു പുതിയൊരു ഐറ്റം പരിചയപ്പെടാം. റവപ്പുട്ട് ഇങ്ങനെയും തയ്യാറാക്കാം. ഇതും എളുപ്പം തന്നെയാണ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യിലോട്ട് തിരുവി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച മണം മാറി നല്ല നെയ്യിൽ കിടന്ന് മൂത്ത് കിട്ടുന്ന ഒരു സ്മെല്ല് വരും. ഇതേപോലെ ആവും. അപ്പോഴത്തേക്ക് അത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് റവ മൂപ്പിക്കാനിടണം. റവ മൂപ്പിക്കാനിട്ടതിന് ശേഷം നമുക്ക് അപ്പുറത്തെ അടുപ്പിനകത്തോട്ട് കുറച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. 1 കപ്പ് ശർക്കരയ്ക്ക് 2-2.5 കപ്പ് വെള്ളം വെച്ച് തോനെ വെച്ച് ഉരുക്കാൻ വയ്ക്കണം. എങ്കിലേ ഈ റവയ്ക്ക് പാകത്തിന് വെള്ളം കിട്ടും. ആ റവ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ അരിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് തേങ്ങ മൂപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിനകത്തോട്ട് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ കൂടെ തട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുറുവി ശർക്കരപ്പാനി കിടന്ന് നല്ലതായിട്ട് കുറുവി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് കട്ടയായി പോകത്തില്ല. ഇത് റവ ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും കുറേശ്ശെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് വേണം ഇളക്കിയെടുക്കാൻ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.